ഇതൊരു വാട്സപ്പ് ഓട്ടോമേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് വാട്സപ്പ് ചാറ്റ് ബോട്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇതിൽ വാട്സപ്പ് ചാറ്റ് ബോട്ട് വഴി ലഭിക്കുന്ന ഒരു യൂസർ റെസ്പോൺസ് എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഘട്ടമായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത ഡാറ്റ ഗൂഗിൾ ഷീറ്റിൽ നിന്നും എങ്ങനെയാണ് ഒരു ചാറ്റ് ബോട്ട് വഴി തന്നെ റിട്രീവ് ചെയ്തുകൊണ്ട് യൂസറിലേക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്കതിനായിട്ടൊരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാം. ഞാൻ ലിബ്രോമിയുടെ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്ന പാനലിൽ വന്നിട്ട് ക്രിയേറ്റ് ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാനുള്ള ക്യാൻവാസ് ഓപ്പൺ ആയി വന്നു. ഞാൻ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്ന മറ്റ് വീഡിയോസിലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാറ്റ് ബോട്ടാണ് ബിൽഡ് ചെയ്യുന്ന ഈ ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ ഫീച്ചർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഓക്കെ, ഈ ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു യൂസറുടെ ഒരു ഡെമോ ലീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുവേണ്ടി ആ ലീഡ് സേവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഗൂഗിൾ ഷീറ്റ് കൂടി ഓപ്പൺ ചെയ്തോടെ വെച്ചിട്ടുണ്ട്. അതിലൊരു ഹെഡർ കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയിം, ഫോൺ, ഇമെയിൽ, കാറ്റഗറി, കൂടാതെ ID പ്രൂഫ്. ഇത്രയും കാര്യങ്ങളാണ് യൂസറുടെ നിന്ന് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ യൂസറുടെ നിന്ന് കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് ചാറ്റ് ബോട്ടിൽ യൂസറുടെ ഡാറ്റ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ സേവ് ആവണം. ഇതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം അതിനായിട്ട് ചാറ്റ് ബോട്ട് ബിൽഡറിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം യൂസറുടെ അടുത്ത് യൂസറുടെ നെയിം ചോദിക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ നെയിം കളക്ട് ചെയ്യുകയാണ്. ഇൻപുട്ട് വേരിയബിളിൽ നെയിം സേവ് ചെയ്തു. സെക്കൻഡായിട്ട് നമ്മൾ യൂസറുടെ ഇമെയിൽ ഐ ഡി പ്ലീസ്. അപ്പം ഞാൻ ഇമെയിൽ ID കൂടി ഇമെയിൽ വാലിഡേഷൻ അടക്കം കളക്ട് ചെയ്യുകയാണ് യൂസറുടെ നിന്ന്. ഇമെയിൽ. അടുത്തായിട്ട് ഫോൺ, കാറ്റഗറി ആൻഡ് ID പ്രൂഫ്. ഓക്കെ, നെക്സ്റ്റ് യുവർ ഫോൺ നമ്പർ പ്ലീസ്. ഓക്കെ, നമ്മളൊരു നമ്പറായിട്ട് ഫോൺ നമ്പർ കൂടി കളക്ട് ചെയ്യണം. അപ്പോൾ യൂസറിൻ്റെ നമ്പർ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ടെക്സ്റ്റ് ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തു. ഇത് കൂടാതെ യൂസറുടെ കാറ്റഗറി എന്തിനു വേണ്ടിയിട്ടാണ് എൻക്വയറി ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഒരു ക്വിക്ക് റീപ്ലൈ സെലക്ട് ചെയ്യുകയാണ്. അതിൽ ഞാൻ യുവർ പ്രൊഫഷൻ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസുകൾ കൊടുക്കാം. മൂന്നാമതായിട്ട് ഇൻഫ്ലുവൻസർ. അങ്ങനെ 3 ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇവരുടെ ഒരു ID പ്രൂഫും കൂടി കളക്ട് ചെയ്യുന്നത്. ഒരു ഡെമോ പർപ്പസിന് ഫയൽ കൂടി സെൻഡ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ യൂസറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീൽഡുകളാണ് ഒന്ന് നെയിം, ഇമെയിൽ, പിന്നെ ഫോൺ നമ്പർ, പിന്നെ അവർ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മളൊരു വേരിയബിളായിട്ട് സേവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നൊരു വേരിയബിളായിട്ട് സേവ് ചെയ്യുന്നു. അതുകൂടാതെ യൂസറുടെ നിന്ന് ഒരു ഫയൽ കൂടി കളക്ട് ചെയ്യണമല്ലോ, അവരുടെ ID പ്രൂഫ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അവരുടെ ID പ്രൂഫ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാനൊരു ഫയൽ ഇൻപുട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫയൽ ID പ്രൂഫായിട്ടൊരു ഫയൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഗൂഗിൾ ഇൻ്റഗ്രേഷൻ മൊഡ്യൂൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് ക്യാൻവാസിൽ ഇടാം. അതിനായിട്ട് ഇൻ്റഗ്രേഷൻ മൊഡ്യൂളിനുള്ള ഗൂഗിൾ ഷീറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാം. സിംപ്ലി ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. നമ്മൾ ലാസ്റ്റത്തെ ഒരു എഡ്ജായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിനുള്ളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് എൻ അക്കൗണ്ട്, കണക്ട് ന്യൂ ഗൂഗിൾ അക്കൗണ്ടായിട്ട് ഇത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. ഒറ്റ വട്ടം നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എവറി ടൈം അത് സെലക്ട് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കും. സോ ദിസ് ടൈം ഞാൻ കണക്ട് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം കണക്ട് ടു ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഞാൻ അതിലേക്ക് സെലക്ട് ചെയ്ത് പോവാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ സപ്പോർട്ട് ലിബ്രോമി ഒരു ഇമെയിൽ ID കണക്ട് ചെയ്യുന്നു. നമ്മുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ആ പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിന് ലിബ്രോമി കണക്ട് ഇൻ്റഗ്രേഷൻ പോസിബിൾ ആയിരിക്കും. ഇത് റീഡയറക്റ്റ് ചെയ്ത് ബാക്ക് തിരിച്ച് ചാറ്റ് ബോർഡിലേക്ക് വരികയാണ്. തിരിച്ചു വന്നതിന് ശേഷം ഗൂഗിൾ ഷീറ്റിൻ്റെ മൊഡ്യൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ സെലക്ട് ചെയ്ത ആ ഒരു ഇമെയിൽ ID കാണാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു ഷീറ്റ് ലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഗൂഗിൾ ഷീറ്റ് ലോഡ് ചെയ്തു, അതിൻ്റെ നെയിം നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനുള്ളിൽ ഓക്കെ ഷീറ്റ് 1 മൾട്ടിപ്പിൾ ഷീറ്റിൽ ആ ഒരു ഷീറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്പറേഷൻ എന്താണെന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇൻസേർട്ട് റോ എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഗെറ്റ് എ ഡാറ്റ ഫ്രം ഷീറ്റ്, ഇൻസേർട്ട് റോ, അപ്ഡേറ്റ് റോ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂസറിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റ ബേസ് ചെയ്തിട്ട് ഒരു റോ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇൻസേർട്ട് റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ആഡ് വാല്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമുക്കിപ്പോൾ ഈ വാല്യൂസ് കിട്ടിയ വാല്യൂസ് എല്ലാം ഓരോ റോൾസിലേക്ക് അസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആഡ് വാല്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യത്തെ കോളം സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ഗൂഗിൾ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹെഡറാണ് കോളംസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നെയിം എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്തു. ഞാനിവിടെ യൂസറുടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന നെയിം എന്ന് പറയുന്ന വേരിയബിൾ, കാരണം യൂസറുടെ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു നെയിം ഒരു വേരിയബിളായിട്ട് സേവ് ചെയ്യാണ്. ആ നെയിം ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൂടാതെ അടുത്ത വാല്യൂ സെലക്ട് ചെയ്യാണ്. അടുത്ത കോളമാണ് ഫോൺ നമ്പർ. ഇവിടെ ഫോൺ നമ്പർ ഞാൻ യൂസറുടെ നിന്ന് കളക്ട് ചെയ്യുന്നില്ല, പക്ഷേ അതിന് പകരം സ്റ്റാറ്റിക് വേരിയബിളായിട്ട് യൂസറുടെ ഫോൺ നമ്പർ നമുക്കിവിടെ അവൈലബിൾ ആണ് ഓൾറെഡി. ഞാനിപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന ഫോൺ നമ്പർ ചൂസ് ചെയ്യാണ്. നെക്സ്റ്റ് ആയിട്ട് ആഡ് എ വാല്യൂ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തായിട്ട് ഇമെയിൽ, നമ്മൾ യൂസറുടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഇമെയിൽ ചൂസ് ചെയ്യാണ്. അടുത്ത കോളമായിട്ട്
കാറ്റഗറി. അപ്പോൾ ഈ ഒരു കാറ്റഗറിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ. അവർ ഏത് പ്രൊഫഷനാണെന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അത് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. യൂസർ ഡേക്ക് ഇതൊരു ബട്ടൺ മെസ്സേജ് ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്ഷൻ ആയിട്ട് സേവ് ചെയ്യുന്നു. ലാസ്റ്റായിട്ട് യൂസറുടെ എന്നുള്ള ID പ്രൂഫ് യൂസർ ഒരു ഫയലായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഫയലും ഒരു കോളത്തിലേക്ക് ID പ്രൂഫ് സേവ് ചെയ്യുന്നു. ഇത്രയും ഡേറ്റാസ് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം താങ്ക് യു എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് യൂസറിന് കൊടുക്കാം. ഓക്കെ, താങ്ക് യു എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് സെറ്റ് ചെയ്തു, ഞാൻ സേവ് ചെയ്തു. ഈ ചാറ്റ് ബോട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കോഡ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ ഗൂഗിൾ എന്നൊരു ഷോർട്ട് കോഡ് കൊടുക്കുന്നു, അത് ക്ലോസ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ചാറ്റ് ബോട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂസറുടെ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യും, അതിനനുസരിച്ച് ഈ ഒരു ഗൂഗിൾ ഷീറ്റിൽ സേവ് ആവും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ വാട്സപ്പ് ആപ്പ് സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിബ്രോമി ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് ഞാൻ ഈ ചാറ്റ് ബോട്ട് ട്രിഗർ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് #start ഗൂഗിൾ എന്നുള്ള കീവേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് ചാറ്റ് ബോട്ട് ട്രിഗർ ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ പേര് സിബിൻ അന്തോണി, എൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എൻ്റെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഇമെയിൽ ID അല്ല, എൻ്റെ ഇമെയിൽ ID lanwithsibin@gmail.com ആണ്. പിന്നെ യുവർ ഫോൺ നമ്പർ പ്ലീസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, 05643666814. നെക്സ്റ്റ് ആയിട്ട് എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, എൻ്റെ പ്രൊഫഷൻ IT സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ്, സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുന്നു. ID പ്രൂഫ് ചോദിക്കാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ID പ്രൂഫ് ഞാൻ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ഡൗൺലോഡ്സിൽ നിന്നും ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഞാൻ സിംപ്ലി അത് അപ്ലോഡ് ചെയ്ത് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു താങ്ക് യു മെസ്സേജ് റിസീവ് ആവണം. കൂടാതെ ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു റോ ക്രിയേറ്റ് ആവുന്ന കാണാം. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ സക്സസ് ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റോ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സിബിൻ ഫോൺ നമ്പർ, ഇമെയിൽ ID, കാറ്റഗറി കോഡ്, അത് ID പ്രൂഫ് ഒരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്ത അതേ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് റൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഡാറ്റ സേവ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടത്. ഒരു യൂസറുടെ ഇൻപുട്ട് അനുസരിച്ച് ആ ഡാറ്റാസ് എല്ലാം ഒരു ഗൂഗിൾ ഷീറ്റിൽ ഒരു റോ ആയിട്ട് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊരു ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ ഷീറ്റ് ഒരു ഡാറ്റാബേസ് പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടി ഒരു ഡെമോ ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലൊരു ഡെമോ ഡാറ്റാബേസ് ഇട്ടിരിക്കുകയാണ്. ഡാറ്റാബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളംസ് റോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ, സ്റ്റാറ്റസ്, സ്കോർ, ഇതാണ് ഹെഡേഴ്സ് വരുന്നത്. അതിൽ 3 ഡാറ്റ കൊടുത്തിട്ടുണ്ട്. സിബിൻ ഇതെൻ്റെ ഫോൺ നമ്പർ, ഡെമോ ഇമെയിൽ ID, സ്റ്റാറ്റസ് ആക്സെപ്റ്റഡ് ആണ്, സ്കോർ 100 കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ജോൺ ഡു റിജക്റ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്, സ്കോർ 30 കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഒരു ഡാറ്റാബേസ്. ഞാനൊരു അഡീഷണൽ ഫംഗ്ഷനാലിറ്റി കൂടി കാണിക്കാനായിട്ട് ഒരു പുതിയൊരു കോളം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അങ്ങനെ ഒരു കോളം കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊരു ഡെമോ സർട്ടിഫിക്കറ്റിൻ്റെ URL, ഇതൊരു PNG ഫയലാണ്, ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന അതിൻ്റെ URL ഇവിടെ സേവ് ചെയ്യാണ്. തൽക്കാലം ഞാൻ എല്ലാവർക്കും ഒരേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നത്, സെയിം ഫയലുണ്ട്. പക്ഷേ റിയൽ സെനാരിയോയിൽ ഇത് മൾട്ടിപ്പിൾ ഫയൽസുകളായിരിക്കാം. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു കോളത്തിന് താഴെ 3 ഫയലിൻ്റെ URLകൾ .png ആണ് അവസാനം വന്നിരിക്കുന്നത്, JPG ആവാം. സോ വാട്സപ്പിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫോർമാറ്റ് ഫയൽസുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ഒരു പുതിയൊരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഞാൻ പാരലിലേക്ക് പോകുന്നു, ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു വീണ്ടും. ഓക്കെ, ഇതൊരു ഫ്രഷ് ചാറ്റ് ബോട്ടാണ്. ഞാൻ യൂസറുടെ ഫോൺ നമ്പർ ഫെച്ച് ചെയ്യാനായിട്ട് സ്റ്റാറ്റിക് വേരിയബിൾ ഒന്ന് എനേബിൾ ചെയ്യുന്നു. യൂസറുടെ നിന്ന് ഫസ്റ്റ് മെസ്സേജ് വന്നതിന് ശേഷം തന്നെ ഒരു ഓപ്ഷൻസ് ആണ് ഞാൻ തിരിച്ച് യൂസറിന് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ചൂസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നോ സ്കോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, രണ്ടാമത്തെ മോർ ഇൻഫോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വയ്ക്കാം. ഡൗൺലോഡ്. 3 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റിപ്പീറ്റ് എനേബിൾ ചെയ്യാണ്, കാരണം 2 ടൈംസ് ഈ ഒരു ഓപ്ഷനിലേക്ക് തിരിച്ചു വരുന്നതുകൊണ്ട് റിപ്പീറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് മാത്രമല്ല, നമ്മളൊരു ഈ ഒരു നോക്സ് ഓവർ ക്ലിക്ക് ചെയ്ത് പോയതിന് ശേഷം പിന്നീട് ഈ ഒരു മെസ്സേജ് വന്ന് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഇനി നോ സ്കോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഗൂഗിൾ ഷീറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. കാരണം ഗൂഗിളിൽ നിന്നാണ് ഡാറ്റ ഫെച്ച് ചെയ്യേണ്ടത് സ്കോർ അറിയാനായിട്ട്. സ്കോർ ഇവിടെ നമ്മളിവിടെ ഓരോ ഷീറ്റിലും ഇവിടെ സ്കോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സിബിന് 100 ആണ് സ്കോർ, ജോൺ ഡുവിന് 30 ആണ്. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഷീറ്റിൽ നിന്നും ഓൾറെഡി നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത അക്കൗണ്ട് ഇവിടെ എനേബിൾ ആയിരിക്കും. സോ എവറി ടൈം നമ്മളത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സെലക്ട് ചെയ്തു. ഇനി ഏതാണ് ഷീറ്റ് സെലക്ട് ചെയ്യണം. സ്കോർ DB, ഇതാണ് ഈ ഒരു ഡാറ്റാബേസിൻ്റെ നെയിം. അത് സെലക്ട് ചെയ്തു. അപ്പോൾ തന്നെ ഷീറ്റ് ലോഡ് ചെയ്യും. ഷീറ്റ് 1 എന്നുള്ളതാണ്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഷീറ്റാണ് ഉദ്ദേശിക്കുന്നത്, ഷീറ്റ് 1. ഇനി ഓപ്പറേഷൻ സെലക്ട് ചെയ്യണം. ഇതിനുള്ള ഗെറ്റ് ഡാറ്റ ഫ്രം ഷീറ്റ് എന്നുള്ളതാണ്. നമ്മൾ മുന്നേ ഉപയോഗിച്ചത് ഇൻസേർട്ട് റോ ആയിരുന്നു.
നമ്മൾ ഏത് റോ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നോക്കുന്നത്. ഏത് റോനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ബേസ് ചെയ്യേണ്ട ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂണിക് ആയിട്ടുള്ളൊരു ഫീൽഡായിരിക്കും. ഫോൺ നമ്പർ യൂണിക്കാണ്. സോ ഇത് റെഫറൻസ് ആയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യാൻ പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഫോൺ നമ്പർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ളപ്പോൾ ഓൾറെഡി യൂസറുടെ ഫോൺ നമ്പർ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഫോൺ സെറ്റ് ചെയ്യുന്നു. ഇതല്ല എന്നുണ്ടെങ്കിൽ യൂസറുടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു വേരിയബിളിനെ ബേസ് ചെയ്തിട്ട് നമുക്കിത് ഫെച്ച് ചെയ്യാം. മേ ബി ഇതൊരു ഇമെയിൽ ഐ ഡി ആയിരിക്കാം. ഓക്കെ, ഇനി സെൽസ് ടു എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിൽ എന്താണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? നമ്മൾ റോ സെലക്ട് ചെയ്ത് ഫോൺ നമ്പറാണ്. ഇനി ഏതാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? നമുക്ക് സ്കോർ വേണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സ്കോർ സെലക്ട് ചെയ്തുകൊണ്ട് സ്കോർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഗൂഗിൾ ഡാറ്റയിൽ നിന്നും സ്കോർ സെലക്ട് ചെയ്തു. സ്റ്റാറ്റസ് അല്ല, സ്കോർ സെലക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റാറ്റസും കൂടി ഫെച്ച് ചെയ്യാം. സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ട് ലോക്കലി സ്റ്റേവ് ചെയ്യണം. സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റിൻ്റെ URL കൂടി ഫെച്ച് ചെയ്തു. ഓക്കെ, ഇനി നോസോർ എന്നുള്ളത് ഞാൻ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം യൂസറിലേക്ക് നമ്മളൊരു തിരിച്ചൊരു മെസ്സേജായിട്ട് കൊടുക്കുകയാണ്. സ്റ്റാറ്റസ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റസ് പാസ് ചെയ്ത് കൊടുക്കാം തിരിച്ച്. ഇതാണ് സ്റ്റാറ്റസ്. സ്കോർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്കോറും കൂടി തിരിച്ചു കൊടുക്കാം. കളക്ട് ചെയ്തിരിക്കുന്ന സ്കോർ ഇന്നതാണ് സ്കോർ. നെക്സ്റ്റ് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയലായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവണം. അതിനായിട്ട് ഫയൽ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ എഡ്ജ് കണക്ട് ചെയ്യാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഡൈനാമിക്കായിട്ട് സെറ്റ് ചെയ്തു, സേവ് ചെയ്തു. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ കമ്പോണൻസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇതിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സിംപ്ലി ഡ്രാഗ് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇടാവുന്നതാണ്. ഓക്കെ, ഞാനത് സേവ് ചെയ്യുന്നു. ഞാനൊരു ടെസ്റ്റ് കോഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഫെച്ച് എന്നുള്ള രീതിയിൽ. ഈ ഫെച്ച് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ചാറ്റ് ബോട്ട് റൺ ചെയ്യാൻ പോവാണ്. #start ഫെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഈ ഒരു ക്വിക്ക് റിപ്ലൈ മെസ്സേജാണ് വരേണ്ടത്. അതിൽ നോ മോർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യണം. എൻ്റെ ഫോൺ നമ്പർ ബേസ് ചെയ്തിട്ട് എൻ്റെ സ്റ്റാറ്റസും സ്കോറും ഇങ്ങോട്ടേക്ക് ഒരു മെസ്സേജായിട്ട് തിരിച്ചു വരണം. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ആക്സെപ്റ്റഡും സ്കോർ 100 ആയിട്ട് ഈ ഒരു ഗൂഗിൾ ഷീറ്റിൽ നിന്നും ഡാറ്റ ഫെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യണം ആ ഒരു ഫയൽ. ഞാൻ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി ഈ ഒരു സ്റ്റെപ്പിൽ ആ ഒരു ഫയൽ എടുത്ത് വെച്ചുകൊണ്ടാണ് നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആവുന്നത്. നേരിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവില്ല. സോ ഫ്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് വേണം സെറ്റ് ചെയ്യാൻ. നമുക്ക് ആ ഒരു ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്, ലിങ്ക് ചെയ്ത ഫയൽ വന്നിട്ടുണ്ട്. സോ അത് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തു. ഇതേപോലെ നിങ്ങളുടെ പർപ്പസിന് ഇതൊരു ഡെമോ മാത്രമാണ്. നിങ്ങളുടെ രീതിയിൽ എന്ത് ഡാറ്റ ബേസ് വേണമെങ്കിലും ആവാം. ഒരുപാട് ആപ്ലിക്കേഷൻ വഴി സഫിയർ പോലുള്ള ഒരുപാട് ടൂൾസ് വഴി ഗൂഗിൾ ഷീറ്റിലേക്ക് മറ്റ് സോഫ്റ്റ്വെയർ വഴി ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു ചാറ്റ് ബോട്ട് വഴി യൂസറിന് ഒരു ഫയലോ ഇമേജോ വീഡിയോയോ ഓഡിയോയോ അല്ലെങ്കിൽ ഡാറ്റയോ ഒക്കെയും ഒരു ചാറ്റ് ബോട്ട് കോൺവെർസേഷൻ വഴി ബിൽഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ലിബ്രോമി കണക്ട് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ടോമേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്ത എല്ലാ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്തും ഇൻ്റഗ്രേഷനൊക്കെ എനേബിൾ ചെയ്തും ലിബ്രോമി കണക്ട് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ libromi.com വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീച്ചേഴ്സുകളെല്ലാം റെഫർ ചെയ്യാൻ ഒരുപാട് ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആണ്. ഇതിൽ സൈനപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ചെയ്ത വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.